അധ്യാത്മരാമായണം ഇന്ന് 19-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സീതാന്വേഷണത്തിനായി ലങ്കയിലെത്തി. വീണ്ടും ഇവിടെ രാവണ യുദ്ധം ഇന്ന് ആരംഭിക്കുകയാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമം പൂർവതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനോ വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണോ ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിം ദാഹനം പഞ്ചദദ്രാവണ കുംഭകർണ നിഗനോ ഏകം രാമായണോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണായ ഹരേ നാരായണായ ഹരേ, നാരായണ ഹരേ നാരായണ ഹരേ, നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ. രാമ രാമ രമണ ത്രിലോകീപദേ, രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ, രാമ നാരായണാത്മാരാമ ഭൂപദേ, രാമകഥാമൃത പാനപൂർണാനന്ദ സാരസാനുഭൂതിക്കു സാമ്യമില്ലേതുമേ. ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിയും ചാരു രാമായണ യുദ്ധം മനോഹരം. യുദ്ധമാകാന്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ. ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാ മന്ദസ്മിതം പൂണ്ടരുളിനാൻ, ചന്ദ്രാനനെ ചെവിതന്നോ മുതാ രാമചന്ദ്ര ചരിതം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമാദികളുടെ നിശ്ചയം. ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ, മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢമോദാരരുൾ ചെയ്തിതാധരാൻ. ദേവകളാലും അസാധ്യമായുള്ളൊന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധോ. ചിത്തെ നിരൂപിക്ക പോലു ദശാബ്ദി ശതയോജനയതാശ്രമം ലംഘിച്ചു രക്ഷോ വീരനെയും കൊന്നു. ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള വൃത്യന്മാരൊരുത്തനും എങ്ങുമൊരു നാളുമില്ലെന്നു നിർണയവും. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടു വന്നതു കാരണം. വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനി എന്നുടെ എങ്ങനെ വാരിതിയെ കടന്നിടുന്നു. നമ്രകരജംനാദി പരിപൂർണം ഉഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടു മുടുക്കി ഞാൻ. ദേവിയെയൊന്നു കാണും ഇതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവൻ പുനർ രാമയം തീരുമാറാശു ചൊല്ലിയിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ലങ്കയും ഭസ്മീകരിച്ച വിളമ്പിനോ. രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടു പോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നതു കാര്യവിനാശനി. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരകരണിയ വാനര സഞ്ജയം അഗ്നിയിൽ ചാടണമെന്നു ചൊല്ലിയിടിലോ. പിന്നെയാമെന്നു ചൊല്ലുന്നിവർ വാരിതിയെ കടപ്പാൻ ഉപായവും പാർക്ക നേരമിനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം ബുക്കിതെന്നാകിലോ ലങ്കേശനും
മരിച്ചാനെന്നു നിർണയോ ലോകത്രയത്തിങ്കൽ ആരെ എതിർക്കുന്നിതു രാഘവാം നിന്തിരു മുൻപിൽ മഹാരണേ അസ്ത്രേണ ശോഷണം ചെയ്ത ജലനിധിയെ സത്വരം സേതു ബന്ധിക്കലു മാം ദൃഢമോ വല്ല കണക്കിലും ഉണ്ടാം ജയം തവാം നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ ശക്തി ശക്തിയാന്വിതമിത്രഭുക്തോത്തികൾ അർത്ഥമാകന്യകാകുൽസ്ഥനും തൽക്ഷണേ മുൻപിൽ അമ്മാറു തൊഴുതു നിൽക്കുന്ന വായു സംഭവനോടു ചോദിച്ചരുളിയിടിനാൻ. ലങ്കാ വിവരണമാണ്. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനം എന്നോട് അറിയിക്ക നീ കോട്ട മതിൽ കിടന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വജസാ ഭവാൻ എന്നതു കേട്ടു തൊഴുതു വാദാത്മജൻ നന്നായി തൊഴുതുണർത്തി ചരുളിയിടിനാൻ. മധ്യേ സമുദ്രം ത്രികുടാചലം വനം ഉന്നത മതിൽ മൂർധിനി ലങ്കാപുരം പ്രാണഭയമില്ലാത ജനങ്ങൾക്കു കാണാം കനക വിമാന സമാനയായി വിസ്താരമുണ്ടങ്ങ് 700 യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേം ഗോപുരം 4 ദിക്കിങ്കലും ഉണ്ട് അതിശോഭിതമായതിൻ 7 നിലകളും അങ്ങനെ തന്നെ അതിനുള്ളിലായി പൊങ്ങും മതിലുകൾ 7 ഒരുപോലെ 7നും 4 ഗോപുര പങ്ക്തിയും ചൂഴവുമായി 28 ഗോപുരം ചൂഴമായി 28 ഗോപുരം എല്ലാറ്റിനും കിടങ്കുണ്ടക്ക അത്യഗാധമായി ചൊല്ലുവാൻ വേല യന്ത്രപ്പാല പങ്ക്തിയാൽ അണ്ടകോന്തിക്കിലെ ഗോപുരം 40 ഉണ്ടു നിശാചരന്മാർ 10,000 ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവീരരുണ്ടു 100,000 സദാ ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ടു 10,100,000 ഉത്തരഗോപുരം കാത്തു നിൽപ്പതിൻ ശക്തരായുണ്ടർ 1 കോടി നിശാചരർ ദിക്കുകൾ 4 അർത്ഥമുണ്ടുഗ്രതയോടു നടുവു കാത്തിടുവാൻ അന്തഃപുരം കാപ്പതിനു അതിനുമുണ്ട് അത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടത് ഇരട്ടി ജനം കാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാവിരചിത അലങ്കാരഭേദമം ആതങ്കാവകം പറയാവതല്ലവനന്ദനും തൽപുരം തന്നിൽ നീളെ തിരഞ്ഞന്വഹോ മൽപിതാവിൻ നിയോഗേന ചൊന്നാൻ ബലാൽ മൽപിതാ ദുദ്യേന ദേശേ മനോമോഹനേ പങ്കജാദേവിയെയും കണ്ടു കൂപ്പിനൻ അങ്കുലിയം കൊടുത്താശു ചൂടാരത്നം ഇങ്ങു വാങ്ങിക്കൊണ്ടളയാള വാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയൻ പിന്നെ കുറഞ്ഞോരവിവേകം ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവാൻ മന്നവാ ലങ്കാപുരത്തിങ്ങൾ ഉള്ളതിൽ 4 സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ വൈകാതവനെ എന്നാ കൊല്ലുവാൻ വൈകാതിവനെ എന്നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാധരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങേലറിഞ്ഞവർ കൊല്ലായുധമായി കടയാളപ്പെടുത്തതും നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാനതി അഗ്നി കൊളുത്തുവാൻ സ്നേഹവാസപുച്ഛം പൊതിഞ്ഞവർ അഗ്നി കൊളുത്തി ആരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ച് 700 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരോ മനവ ലങ്കയിലുള്ള പടയിൽ 4 ഒടുക്കിയൻ ത്വൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ടുമിനി കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുകാശു നാം ശുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മകൾ പ്രസ്ഥാനമാശു കരുഗുരു വിക്രമോ സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്കു ശങ്കാപഹോ ലംഘനം ചെയ്തു നക്തഞ്ചര നായക കിങ്കരന്മാരെ
ക്ഷണേണാപി ദ്രൗപദി കിങ്കരന്മാർത്തു കൊടുത്തു ദശാനനൻ സുങ്കൃതിയും തീർത്തു സംഘാന്തേ ബലാൽ സങ്കരാന്തേ ബലാൽ പങ്കജനേത്രയെ കൊണ്ടു പോരാം വിഭോ പങ്കജനേത്രാപരം പുരുഷ പ്രഭോ. അജ്ഞനാനന്ദനൻ വാക്കുകൾ യുദ്ധയാത്ര. അജ്ഞനാനന്ദനൻ വാക്കുകൾ കേട്ടത സജ്ഞത കൗതുകം സംഭവ്യ സാധനം അജ്ഞസ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനാകിയ രാഘവൻ ഇപ്പോൾ വിജയ മുഹൂർത്തകാലം കുൽപ്പന്നമോദം പുറപ്പെടുകേ വരൂ നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷ രക്ഷ രക്ഷോജനാക്ഷമം മൂലം ഗതിപ്രദം. ദക്ഷിണ നേത്രസ്കുരണേ കുരണവുമുണ്ടുമേം ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ പുൽപ്പാടു നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വൻപരാം വാനരന്മാരെ നിയോഗിക്ക രംഭപ്രമാതി പ്രമുഖരായുള്ളവർ മുൻപിൽ ഞാൻ മാരുതി കണ്ടവുമേറിമൽ പിമ്പേ സുമിത്രാത്മജനങ്കതോപരി സുഗ്രീവനെന്നെ പിരിയാതരികവേം നിർഗമിച്ചിടുക മറ്റുള്ള വീരരും നീലൻ ഗജൻ ഗവയൻ ഗമാക്ഷൻ ബലി ശൂല സമാനനാം മൈന്ദൻ വിവിധനും പങ്കജ സംഭവ സൂനു സുഷേണനും തുങ്കൻ നളനും ചതബലിധാരനും ചൊല്ലുള്ള വാനര നായകന്മാരോടും ചൊല്ലുവാനല്ലാവതെന്തൊരു സൈന്യവും കൂടെ പുറപ്പെടുകേതുമേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കെടും. ഇത്താമരുൾ ചെയ്തു മർക്കട സൈനികം അദ്ദേഹസോദരനോടും രഘുപതി നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ ലോകൈകനാഥൻ തെളിഞ്ഞു വിളങ്ങിനാൻ. ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്ഥ തീർത്ഥരായിട ഞാൻ മർക്കടം ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചുലോ കാർത്തി തീടുവാൻ മർക്കട സഞ്ജയം രാത്രിഞ്ജരേശ്വര രാജ്യം പ്രതിപര ആസ്തായ വേഗാൽ നടന്നു തുടങ്ങിനാൻ. ധാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർതി നടന്നങ്ങടുക്കുന്നതുപോലെ ചാടിയുമോടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ പുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കവികുലം ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും പൊക്കുമകേന്ദ്രാചലാന്തികെ മേവിനാൻ മാരുതി തന്നുടെ കണ്ടദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനു താരേയ കണ്ടമർന്ന സൗമിത്രിയും പാരിലിഴഞ്ഞു വണങ്ങിനാൻ അഗ്രജോ ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രനും വാരുതി തീരം പ്രവേശിച്ചനന്തരോ സൂര്യനും വാരുതി തന്നെ പശ്ചിമ തീരം പ്രവേശിച്ചതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തിദാശു നാം വാരിയുമൂത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരും നിധിയെ കടപ്പാൻ ഉപായവും വീരനായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്ക വേണം ഇനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാർ ഉപദ്രവിച്ചിടുവോർ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്നിച്ചു മേവിനാൻ പർവ്വതാഗ്രേ രഘുനാഥനു വാനരവൃന്ദം മകരാലയം കണ്ടു മനസേ ഭീതി കലന്നു മരുവിനാൻ നക്രചൗരംഗ ഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമാനിസ്വനം അത്യുന്നത തരംഗ ഗാഠമഗാധമിൻ ഉത്തരണം ചെയ്വതിനാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു എങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.
ഉപദ്രവിച്ചിടുവോർ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്നിച്ചു മേവിനാർ പർവ്വതാഗ്രേ രഘുനാഥനോ വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലന്നു മരുവിനാർ നക്രചക്രങ്ക ഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നത തരംഗ കാടാമലാതമൻ ഉത്തരണം ചെയ്വതിൻ അരുതാക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായ കവികളും അന്ധബുദ്ധ്യാ രാമപാർശ്വേ മരുവിനാൻ ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടിനാൻ. ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലന്നു വിലാപം തുടങ്ങിനാൻ. ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ കർഷാഭയ ക്രോധ ലോഭാദികൾ സൗഖ്യമതമോഹമാകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവയൊങ്ങനെ സുജ്ഞാനരൂപമായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ. സംഭവിക്കുന്നതു ദേഹാഭിമാനിനാം കിംപരമാത്മനെ സൗഖ്യ ദുഃഖാദികൾ സമ്പ്രദാതത്തിങ്കലില്ല രണ്ടേതുമേ. സമ്പ്രതി നിത്യമാനന്ദമാത്രം വരം ദുഃഖാദി സർവവും ബുദ്ധി സമൂതങ്ങൾ മുഖ്യനാം രാമൻ പരാത്മാ പരൻപുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥാ. ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതുമൊക്കെ ഓർത്താല ബുധന്മാരുടെ മതം. ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതു ഒക്കെ ഓർത്താല ബുധന്മാരുടെ മതം. രാവണാദികളുടെ ആലോചന. അക്കഥ നിൽക്കഥ ശരതപുത്രനും അർക്കാത്മജാതികളായ കവികളും വാരിനിധിക്കു വടക്കെക്കരെ വന്നു വാരിധി പോലെ പരന്നോരനന്തരോ ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം. ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാം മന്ത്രികൾ നമ്മെ വരുത്തി വിരവോടു മന്ത്രി നികേതനം പുക്കിരും നീടിനാൻ. ആതിഥേയ സുരേന്ദ്രാദികൾക്കുമൊരു യാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചോരവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരുമറിയാതിരിക്കയുമല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ ൂക്കോടു വന്നകമ്പുക്കൊരു വാനരൻ. ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടൊഴിച്ചാനു ഉപവനം. നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാം അക്ഷകുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടുപൊടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നെയും സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമില്ലാതൊരു സംശയമോ. ഇപ്പോൾ കവികുലസേനയും രാമനും അബ്ദിതനുത്തരതീരെ മരുവിന്നാൻ. കർത്തവ്യമെന്തോന്നു നമ്മിൽ ഇനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളോ. മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീലൊരാപത്തിനിയും മമാഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും എന്നിലെ സ്നേഹവും നിങ്ങൾക്കു ചഞ്ചലം. ഉത്തമം മധ്യമം പിന്നെ അധമവും യുദ്ധം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതാമിതം സുസാധ്യമാമിതം സാധ്യമല്ലൊന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ. തമ്മിലന്യോന്യം പറഞ്ഞ നേരത്തു സമ്മതം മാമകം നന്നു നന്ദീദൃശോ എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം. പിന്നെ രണ്ടാമതു മധ്യമാം ചൊല്ലുവൻ ഓരോ തരം മറഞ്ഞു ഞങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരോ. നല്ലതിനെന്നെ എനിക്ക് അമധ്യമായേവരും ഉള്ളിൽ ഉറച്ചു കൽപ്പിച്ചു പിരിവതോ. മധ്യമമായുള്ള മന്ത്രമെന്നെയും ചിത്താഭിമാനേന ഞാൻ താൻ പറഞ്ഞതോ സാധിപ്പതെന്നു ദുസ്സക്കം പറഞ്ഞതു ബോധിച്ചു മറ്റേവനും പറഞ്ഞീർഷയാം. ഹരേ രാമ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടളം വിംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ, നന്നു നന്നെത്രയുമോർത്തോളമുള്ളിൽ ഇന്നൊരു കാര്യ വിചാരമുണ്ടായതോ. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിൻ ആകുലം നിന്നെന്തൂപവിച്ചിതു മാനസേ, മർദ്ദനം രാമങ്ങൾ നിന്നു ഭയം തവാം ചിത്തെ ഭവിച്ചതും എത്രയും അത്ഭുതോ. വാരുതിയെ പുരയുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനിക്ഷ്യാപത്തേന സത്വരോ, വിസ്തൃതയായൊരു കീർത്തി വളർത്തതും പുത്രനാം മേഘനിദാതനീതോർക്ക നീ. വിത്തേശരെ പുനമത് യുദ്ധമധ്യേ ഭവാൻ ജിദ്വാദിശാശ്രമം പോരും ദശാന്തരെ, പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതിൽ അത്ഭുതം എത്രയും ഓർത്തു കണ്ടോളമോ. കാലനെപ്പോരിൽ ജയിച്ച ഭവാനുണ്ടോ, കാലദണ്ഡത്താൽ എന്തു ഭയമുണ്ടാവൂ. ഹുങ്കാരമത്ര തന്നെ വരുണനെ സംഗ്രഹത്തിങ്കൽ ജയിച്ചില്ലയോ ഭവാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം അസതോ മാ സദ്ഗമയാം തമസോ മാ ജ്യോതിർഗമയാം മൃത്യോർമാ അമൃതം ഗമയാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു, ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. കരചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ വരാദം വിഹിതമഹിതം വാ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ, ശ്രീമഹാദേവ ശംഭോ, ശ്രീമഹാദേവ ശംഭോ.